ഹലോ. ശരിക്കും ഈ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സാവേണ്ടതായിരുന്നു. ഇതിൻ്റെ പുറകിലൊരു വലിയ കഥയുണ്ട്. ഞങ്ങൾ കുറേ മതിലൊക്കെ എടുത്ത് ചാടി, ദാവുവും ചാടി. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ട്രെയിൻ എടുക്കാറായപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്തോട്ട് ചാടി കയറിയത്. അങ്ങനെ വലിയൊരു കഥയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ടു എറണാകുളം ആണ്. അപ്പോൾ അതിനൊരു 4-5 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് ദാവുവിന് സമയം പോകാനുള്ള സാധനങ്ങളും അവനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടാണ് ഞങ്ങൾ കയറിയത്. ഉച്ച സമയത്താണ് ട്രെയിൻ ആയിരുന്നത് കൊണ്ട് കഴിക്കാനുള്ള സാധനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്ന സമയം തൊട്ട് അവൻ്റെ ആഗ്രഹം ഇതായിരുന്നു, അവന് മുകളിൽ കയറി കിടക്കണം. അപ്പോൾ അത് ഒക്കെ ആയിട്ടുണ്ട്. അതേ മുകളിൽ കയറി കിടന്നു, അവൻ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് കയറി വൈകുന്നേരം ആകുമ്പോഴാണ് ഞങ്ങൾ ട്രെയിൻ അവിടെ എത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് തന്നെ വളരെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. നന്നായിട്ടില്ലേ ഇത്? അങ്ങനെ ഒരു വൈകുന്നേരം തീരാറായി, രാത്രി ആവാറായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. അത് കഴിഞ്ഞ് വിഷു ആഘോഷമായിരുന്നു. വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ വിഷുവിന് ഒരു പടക്കം പൊട്ടിക്കൽ, വിഷുവിനൊരാഘോഷം അങ്ങനെയൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം അവിടെ പോയപ്പോൾ തന്നെ അവർ ഈ ഇങ്ങനെ പൊട്ടാത്ത സാധനങ്ങളുണ്ടല്ലോ, ഈ വലിയ ഒച്ചയൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കമ്പിത്തിരിയും മത്താപ്പും പിന്നെ പൂത്തിരിയൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടും ദാവു അവിടെ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. പോയി നേരെ ഡ്രസ്സൊക്കെ മാറ്റി അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആദ്യത്തെ പണി ഇത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ കയ്യിലിരിക്കുന്ന സുഡുബേബി ഇല്ലേ, സുഡുബേബിയുടെ ഫസ്റ്റ് വിഷു ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്ര സെലിബ്രേഷനൊക്കെ വരുന്നത്. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ആക്ച്വലി അവരുടെ കൂടെ ജോയിൻ ചെയ്തത്. അങ്ങനെ രാത്രി മുഴുവനും ഈ ആഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആദ്യമായിട്ട് ഞാൻ കണി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതും വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അവർ രാവിലെ വെളുപ്പിനൊരു 4 മണി 5 മണി ആ സമയത്തൊക്കെ എണീറ്റു, കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ചു. അത് അവരുടെ എന്തോ ചടങ്ങിൻ്റെ ഭാഗമാണ്. ഈ കണി കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി അവരത് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവരേതോ അമ്പലത്തിൽ പോകണുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പാവം ദാവുവിനെയും അതേപോലെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് വെറുതെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഈ പോയ സ്ഥലത്തിൻ്റെ പുറത്ത് ഒരു അമ്പലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെ കുറേ മീനുണ്ടായിരുന്നു. അപ്പോൾ ദാവുവിന് പിന്നെ സമയം പോകാൻ അത് തന്നെ മതിയല്ലോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ടത് കൊണ്ട് എന്തായാലും അത് എടുക്കണമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് ഞങ്ങൾ കുറേ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാൻ കാരണക്കാരനായ ഒരാൾ. പാവം കുറേ കഷ്ടപ്പെട്ട് മീനിനെ പിടിക്കും. അത് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ അത് സ്ലിപ്പായി പോവും. പക്ഷെ അതൊരു മടുപ്പില്ലാതെ പിന്നെയും വന്ന് ട്രൈ ചെയ്യും. ഇത് നമുക്കും വേണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ തോറ്റു പോകുന്നു തോന്നുമ്പോഴേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് ആ സമയത്ത് തോന്നി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ദാവുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനായിരുന്നു അത്. സുഡുബേബി ദാവുവിൻ്റെ കൂടെ കളിക്കുന്നതാണ്. ദാവുവിനെ കടിച്ച് പറിച്ചൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പല്ലില്ലാത്തതുകൊണ്ട് ദാവുവിന് വലിയ സീനൊന്നും ഇല്ല. തിരിച്ചവളിങ്ങനെ ഉപദ്രവിക്കത്തൊന്നും ഇല്ലല്ലോ. ഇവനെ സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും, കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തോ വലിയ കാര്യമായിട്ടാണ് ദാവു ചേട്ടൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനത് ആ സമയമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വാവയും പിന്നെ അവൻ്റെ കൂടെ കുറച്ച് കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ഉച്ച വരെയുള്ള സമയം വീടിനകത്ത് തന്നെയായിരുന്നു. ആകെയുള്ള എൻ്റർടൈൻമെൻറ്റ് വാവ തന്നെയായിരുന്നു. വാവ ഇങ്ങനെ എപ്പോൾ ഉറങ്ങും, എപ്പോൾ കുളിപ്പിക്കും, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സദ്യയൊക്കെ റെഡിയായി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു. കുറേ കൂട്ടാനും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റ് വൈകുന്നേരമാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദാവു ഇങ്ങനെ കക്ക വാരുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പാവ ആൻറ്റി വന്നിട്ട് നമുക്ക് ഈ കക്ക വാരി കാണിച്ചു തരുന്നതാണ്. നമുക്ക് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വരുമാന മാർഗം കൂടെയാണ്. അവരിതൊക്കെ കൊണ്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ദാവു ഇവിടെ നിന്ന് പോയപ്പോഴേ ചൂണ്ടയൊക്കെ ഒരു 2-3 സെറ്റ് കെട്ടി അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ അതിനുള്ള ശ്രമമാണ്.
അപ്പോൾ അവർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കരിമീൻ എന്തോ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് 2 ദിവസം മുന്നേ എങ്ങാണ്ടോ അത് ഫുള്ള് പിടിച്ചിട്ട് പോയി. അപ്പോൾ ദാവിന് ഇവിടെ നിന്നൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഉള്ള പിള്ളേർ പറഞ്ഞ് വേറൊരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇട്ടപ്പോഴത്തേനും അതേ മീനൊക്കെ കിട്ടി. ഇതിൻ്റെ പേരെന്തോ നച്ചിറ എന്നെന്തോ ആണ്. അഥവാ പിന്നെ ഗൂഗിളിലൊക്കെ തപ്പി ആരടുത്തൊക്കെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ അങ്ങനെ ഇത് ഒരെണ്ണമാണ് കിട്ടിയത്. പിന്നെ ഇട്ടപ്പോഴത്തേനും കിട്ടിയത് വേറൊരു ഉമ്പിടി മീനായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് മീനൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇത്രയും കുഞ്ഞു മീനാണ് പിന്നെ കിട്ടിയത്. ദാവിന് എന്നെ ചിരിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഉച്ചയ്ക്കായിരുന്നു തിരിച്ചവിടെ നിങ്ങോട്ടുള്ള ട്രെയിന്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് സുഡു ബേബീനെയൊക്കെ കുറച്ച് നേരം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ദാവ് കളിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു ഊബർ ബുക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എറണാകുളം നമ്മുടെ പരവൂര് ആ സൈഡിൽ നിന്ന് നമ്മൾ എറണാകുളത്തോട്ട് പോകുന്ന ആ റോഡാണ്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മളതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.